ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം മോദിയെ ഫോണിൽ വിളിച്ച് സംസാരിക്കവെയാണ് ഭീകരവാദത്തിന് എതിരായിട്ടുള്ള ഇന്ത്യയുടെ പോരാട്ടത്തിൽ പിന്തുണ അറിയിച്ചത്. പഹൽഗാമിൽ നടന്ന ഭീകരവാദത്തെ അദ്ദേഹം ശക്തമായി തന്നെ അപലപിച്ചു. ഭീകരാക്രമണത്തെ കാടത്തമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഭീകരന്മാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ന്യായീകരണമില്ല എന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിസന്ധി പരിഹരിക്കാൻ റഷ്യയ്ക്കോ ചൈനയ്ക്കോ കഴിയുമെന്ന് പാകിസ്ഥാൻ അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ തങ്ങൾ ഇന്ത്യക്കൊപ്പമാണെന്ന് ഇപ്പോൾ ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് റഷ്യ. ഇപ്പോൾ റഷ്യയും ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതോടെ തന്നെ പാകിസ്ഥാന്റെ നെഞ്ചെടുപ്പ് കുറച്ചുകൂടെ വർദ്ധിച്ചു എന്നതാണ് വാസ്തവം. ഈ വർഷം ഇന്ത്യയിൽ നടക്കുന്ന ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പുടിൻ മോദി ക്ഷണപ്രകാരം അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുമെന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ലോക നേതാക്കൾ എല്ലാം തന്നെ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ കണ്ണ് തള്ളിയ നിമിഷങ്ങളായിരുന്നു അതെല്ലാം. പാകിസ്ഥാൻ എന്നും കൂട്ടുപിടിച്ചിരിക്കുന്നത് ചൈനയെ മാത്രമാണ്. അതിന്റെ തെളിവായിരുന്നു അവർ 100 മിസൈലുകൾ കൈമാറിയതും ഒപ്പം പാകിസ്ഥാന് സഹായവുമായി തുർക്കി രംഗത്തെത്തുകയും ചെയ്തത്. തുർക്കി സൈന്യത്തിന്റെ യുദ്ധക്കപ്പലുകൾ പാകിസ്ഥാൻ തീരത്ത് എത്തിയതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. നേരത്തെ തന്നെ തുർക്കിയുടെ യുദ്ധവിമാനങ്ങളും പാകിസ്ഥാനിൽ എത്തിയതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അംഗബലം ഇന്ത്യക്ക് തന്നെയാണ് എന്നതാണ് ലോക നേതാക്കൾ ഒറ്റക്കെട്ടായി മോദിക്കൊപ്പം നിലയുറപ്പിച്ചതോടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തുടങ്ങിയവരെല്ലാം തന്നെ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ച ഡൊണാൾഡ് ട്രംപ് ഹീനമായ ആക്രമണത്തിനു പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നതായിരുന്നു പറഞ്ഞത്. നിരപരാധികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതിൽ അദ്ദേഹം അഗാധമായ ദുഃഖം അറിയിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയെയും അതുപോലെ തന്നെ രാഷ്ട്രപതിയെയും ബന്ധപ്പെട്ട പുടിൻ ഭീകരാക്രമണത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തു. ഈ ക്രൂരമായ കുറ്റകൃത്യത്തിന് ന്യായീകരണമല്ല എന്നും കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കണമെന്നായിരുന്നു വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഭീകരതയെ നേരിടുന്നതിനായി ഇന്ത്യയുമായുള്ള സഹകരണം കൂടുതൽ വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ അങ്ങേയറ്റം ദുഃഖിതനാണ് എന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി അറിയിക്കുകയും ചെയ്തിരുന്നു. ഇരകളുടെ കുടുംബങ്ങൾക്കും അതുപോലെ തന്നെ സർക്കാരിനും ഇന്ത്യൻ ജനതയ്ക്കും പിന്തുണ പ്രഖ്യാപിക്കുന്നതായി അവർ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും കുടുംബത്തിന്റെയും ഇന്ത്യ സന്ദർശനത്തിനിടയിലായിരുന്നു ജമ്മു കാശ്മീരിൽ ആക്രമണം ഉണ്ടാകുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ രാജ്യത്തിന്റെയും ജനതയുടെയും സൗന്ദര്യം ഞങ്ങൾ ആസ്വദിക്കുകയായിരുന്നു. ദുഃഖത്തിലും പ്രാർത്ഥനയിലും അവരോടൊപ്പം ചേരുന്നതായി JD വാൻസ് എക്സിൽ പങ്കുവയ്ക്കുകയാണ് ചെയ്തത്. ഈ ദുഷ്കരമായ സമയത്ത് ഇന്ത്യക്കൊപ്പം നിലകൊള്ളുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായ ആന്റോണി അൽബാനിയോസ് എക്സിൽ കുറിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തതായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. കൊല്ലപ്പെട്ടവരിലുള്ള ഒരു നേപ്പാൾ സ്വദേശിയുടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് എന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലീസ അറിയിക്കുകയും ചെയ്തിരുന്നു. UK പ്രധാനമന്ത്രി കെയ്ൻ സ്റ്റാമിർ, അതുപോലെ തന്നെ ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ, ശ്രീലങ്കൻ പ്രസിഡന്റായ അനുര കുമാര ദിസനായക്കെ, യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ദർ, UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്രസ് തുടങ്ങിയവർ അടക്കം ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.